ഓം ശാന്തി. എൻ്റെ സർവസങ്കൽപ്പങ്ങളെയും ഞാൻ ഭ്രുകുടി മധ്യത്തിൽ ഏകാഗ്രമാക്കുന്നു. ഈ ദേഹത്തെ നടത്തിക്കുന്ന ചൈതന്യ ശക്തിയെ ഞാൻ അനുഭവം ചെയ്യുന്നു. അതിസൂക്ഷ്മ ചൈതന്യ ബിന്ദു അത് ഞാനാണ്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. മനസ്സിന്റെ കണ്ണുകളിലൂടെ, ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രത്തിലൂടെ ഭ്രുകുടി മധ്യത്തിൽ സൂക്ഷ്മ ചൈതന്യ പ്രകാശബിന്ദുവിനെ കാണുന്നു. ഞാൻ ജ്യോതിബിന്ദു ആത്മാവാണ്. ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും ഞാൻ തീർത്തും വേറെയാണ്. ഈ സ്ഥൂല ദേഹത്തിൽ നിന്നും ഡിറ്റാച്ചായി ഞാൻ ആത്മാ പറന്ന് സെക്കൻഡിൽ എൻ്റെ നിജധാമം പരമധാമത്തിലെത്തുന്നു. സ്വർണ്ണച്ചുവപ്പുള്ള പ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന എൻ്റെ ആകർഷണമൂർത്ത രൂപത്തെ ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ നിജഗുണങ്ങളുടെ അനുഭൂതിയിലിരിക്കുന്നു. മുകളിൽ അതിതേജോമയ സുപ്രീം സ്റ്റാറിനെ കാണുന്നു. അത് സാക്ഷാൽ ശിവപരമാത്മാ, എൻ്റെ പാരലൗകിക പിതാവാണ്. ആ തേജസ്വി കിരണങ്ങൾ പരമധാമത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. പവിത്രതയുടെ കിരണങ്ങൾ ഞാൻ എന്നിൽ സമാഹരിക്കുന്നു. പവിത്രതയുടെ ശക്തിയെ സ്വയം തന്നിൽ നിറക്കുന്നു. ഈ സമ്പൂർണ്ണ അവസ്ഥയിൽ ഞാൻ താഴേക്കിറങ്ങി പരിധിയില്ലാത്ത സൃഷ്ടി മഞ്ചത്തിൽ അവതരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ പവിത്രാത്മാവാണ്. ദേഹത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്നും ദൂരെയാണ്. ഞാൻ ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ദിവ്യ നക്ഷത്രമാണ്. ബാബ എനിക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം നൽകിയിരിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിലൂടെ എൻ്റെ സഹോദരാത്മാക്കളെ കാണുന്നു. നമ്മളെല്ലാ ആത്മാക്കളും ഒരു പരിവാരത്തിലേതാണ്, ഒരു വീട്ടിൽ നിന്നും വന്നതാണ്, ഒരു പരമാത്മാ പിതാവിൻ്റെ കുട്ടികളാണ്. അന്യോന്യം സഹോദരങ്ങളാണ്. ഞാൻ സർവരുടെയും പ്രതി ആത്മിക ദൃഷ്ടി സിവിലായി ഉണ്ടാക്കുന്നു. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിലൂടെ സർവരെയും ആത്മരൂപത്തിൽ കാണുന്നു. ദേഹിക ദൃഷ്ടി സമാപ്തമാകുന്നു. കണ്ണുകൾ തീർത്തും ശാന്തമാണ്, ശീതളമാണ്. യാതൊരു വികാരി ചിന്തകളുമില്ല, കേവലം പവിത്ര ദൃഷ്ടി. സ്ത്രീ പുരുഷ ബോധം
സമാപ്തമായിരിക്കുന്നു. ദേഹി അഭിമാനി സ്ഥിതി ഉറച്ച സിവിലായി സദോഗുണി ദൃഷ്ടിയിലൂടെ ദൃഷ്ടി വൃത്തി പരിവർത്തനമാകുന്നു. ഞാൻ സ്വയം തന്നിൽ കൃപ കാണിച്ച് പഠിപ്പിൽ കുതിച്ചോടുന്നു. കണ്ണുകൾ വളരെ പവിത്രമായിരിക്കുന്നു. ശരീരത്തെ കാണുന്നതിലൂടെ കർമ്മേന്ദ്രിയങ്ങളിൽ ചഞ്ചലതയുണ്ടാകും. പവിത്രമാകുന്നതിനു വേണ്ടി സഹോദരി സഹോദരനായിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയിൽ പൂർണ്ണമായും ശ്രദ്ധ വയ്ക്കുന്നു. എല്ലാവർക്കും സദ്ഗതി നൽകുന്ന ബാബ വന്നിരിക്കയാണ്. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും സദ്ഗതി ദാതാവായ ബാബ വരുന്നു. ഡ്രാമ അനുസരിച്ച് ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ബാബയുടെ സഹായിയായി മാറുന്നത്, ഏതവസ്ഥയിലും അവർ ഉയർന്ന പദവി നേടും. ഈ സത്യസമ്പാദ്യം കൂടെ വരുന്നു, ബാക്കിയെല്ലാം ഇല്ലാതാകുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ പുരുഷാർത്ഥം ചെയ്ത് രാജ്യ പദവി നേടും. ഇതാണ് രാജയോഗം. ബാബ അച്ഛനും ടീച്ചറും ഗുരുവുമാണ്. ജ്ഞാനസാഗരൻ എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ത്രികാലദർശിയായി മാറിയിരിക്കുന്നു. ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിച്ചിരിക്കുന്നു. വഴിയാത്രക്കാരനായ ബാബ ലോകത്തിലെ മനുഷ്യരെ മനോഹരമാക്കുന്നു. ലോകാത്ഭുതമാണ് സ്വർഗം. ബാബയും ഒന്ന്, സ്വർഗവും ഒന്ന്. എങ്ങനെയാണോ എല്ലാ മനുഷ്യരും ഓർമ്മിക്കുന്നത്, ബാബ എന്നെ രാജതിലകത്തിന്റെ അവകാശിയാക്കി മാറ്റി. ബാക്കി എല്ലാറ്റിൻ്റെയും വിനാശം ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ പരീക്ഷകൾ വളരെ സമീപത്താണ്. മൃത്യുലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആകണം. പുരുഷാർത്ഥം ചെയ്ത് എല്ലാവരുടെയും മംഗളം ചെയ്യണം. ഓർമ്മയുടെ യാത്രയാണ് പ്രധാനം. കണ്ണുകൾ തന്നെയാണ് ചതിക്കുന്നത്. കണ്ണുകൾ ക്രിമിനലാകുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകുന്നു. ഞാൻ 84 ജന്മങ്ങൾ കറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ദേവതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് അനാദി അവിനാശി ഡ്രാമയാണ്. ദേഹി അഭിമാനിയായി മാറി അവിനാശിയായ സത്യമായ സമ്പാദ്യം ശേഖരിക്കുന്നു. രജിസ്റ്റർ മോശമാകുന്ന തരത്തിൽ വികർമ്മങ്ങളൊന്നും ചെയ്യില്ല. ബാബ വരദാനം തന്നിരിക്കുന്നു. സർവർക്കും ഉന്മേഷ ഉത്സാഹത്തിന്റെ സഹയോഗം കൊടുത്ത് ശക്തിശാലിയാക്കി മാറ്റുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കൂ. ഞാൻ ഏത് പാലന എടുത്തോ അതിൻ്റെ റിട്ടേൺ കൊടുക്കുന്നു. വരാനിരിക്കുന്ന നിർബല ആത്മാക്കളുടെ സഹയോഗിയായി അവരെ ശക്തരും
അചഞ്ചലരും ദൃഢതയുള്ളവരുമാക്കുന്നു. അപ്പോൾ പറയാം, സത്യമായ സേവാധാരി. ആത്മാവിനെ എപ്പോൾ, എവിടെ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ സ്ഥിതി ചെയ്യിപ്പിക്കൂ. ഇതാണ് ആത്മീയ ഡ്രിൽ. ഓം ശാന്തി.